ഡോക്ടർ വലിയൊരു സർജറി ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഹാപ്പിനെസ്, ഒരു കിക്ക് ഉണ്ടല്ലോ, അതെന്തായിരിക്കും ശരിക്കും? ഈ സർജറി എന്ന് പറഞ്ഞാൽ നമുക്കൊരു പാഷനാണ്. സർജറി ചെയ്യാനുള്ളൊരു താല്പര്യമുണ്ട്. പിന്നെ അത് ചെയ്ത് കഴിയുമ്പോൾ അസുഖം മാറുമ്പോൾ ഫോളോ അപ്പിൽ പേഷ്യൻസ് വന്ന് അസുഖം മാറിയതിൻ്റെ സന്തോഷം പങ്കിടുമ്പോഴൊരു ഇതുണ്ട്. ഇതൊരു വലിയ ഹാപ്പിനെസ് ആണ്. ഒരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു, 30-32 വയസ്സൊക്കെ ഉള്ളതാണ്, മാരീഡാണ്. അപ്പോൾ ആൾക്ക് ടെസ്റ്റിസിലാണ് പ്രോബ്ലം, അസുഖം ഉണ്ടായിരുന്നു. ഇപ്പോൾ ടെസ്റ്റിസ് റിമൂവ് ചെയ്യുന്ന സർജറി ചെയ്തു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പാട്ടായിട്ട് കീമോതെറാപ്പി കൊടുത്തു. അസുഖം പിന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പം കുറേ അസുഖം മാറി, പക്ഷെ അപ്പോഴും വയറിൻ്റെ മേജർ രക്തക്കുഴലിലെടുത്ത് കുറേ കായലുകൾ ബാക്കിയുണ്ട്. അപ്പോൾ അതിനുള്ള സർജറി ചെയ്യണം. അതിന് റിട്രോപെരിറ്റോണിയൽ ലിംഫ് നോഡ് ഡിസെക്ഷൻ എന്ന് പറയും. അത് വലിയ സർജറിയാണ്. പ്രത്യേകിച്ച് കീമോതെറാപ്പി കഴിഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൽട്ടാണ് ആ സർജറി. അപ്പം അതിനുള്ള ടെസ്റ്റ് ചെയ്തപ്പോഴാണ് ആൾക്ക് തൈറോയിഡിലൊരു ക്യാൻസർ, അത് തന്നെ അവിടുത്തെ കായലുകളൊക്കെ സ്പ്രെഡ് ആയിട്ടുണ്ട്. ഇത് രണ്ടും കൂടി ചെയ്യണം. ഞാൻ ആളുടെ സംസാരിച്ചു. മറ്റേ വയറിൽ ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് ഒരു പ്രോബ്ലം, അത് കിഡ്നിയുടെ രക്തക്കുഴലിൻ്റെ അടുത്ത് ഇങ്ങനെ പിടിച്ചിരിക്കുന്നുണ്ട്. അപ്പം ചിലപ്പോൾ ഒരു കിഡ്നി എടുക്കേണ്ടി വന്നേക്കാം, പിന്നെ മേജർ സർജറിയാണ്, കുറേ സമയം എടുക്കും, രക്തക്കുഴലിന് ചിലപ്പോൾ ഇഞ്ചുറി വരും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷേ വേറെ ഓപ്ഷൻ ഇല്ല താനും. അതൊക്കെ പറഞ്ഞപ്പോൾ ആൾ സമ്മതിച്ചു, വേറെ വഴിയില്ല. അങ്ങനെ ഓപ്പറേഷൻ എടുത്തു. രാവിലെ 9 മണിക്ക് തുടങ്ങി. ഓപ്പറേഷൻ ചെയ്ത് കഴിയുമ്പോഴേക്കും രാത്രി 1 മണി 2 മണി, പക്ഷേ 15-16 മണിക്കൂർ എടുത്തു ഓപ്പറേഷൻ. കംപ്ലീറ്റ് ആയിട്ട് അത് റിമൂവ് ചെയ്യാൻ പറ്റി. പക്ഷേ കിഡ്നിക്കൊന്നും കുഴപ്പമില്ല. അവിടുന്ന് പതുക്കെ അസുഖം മാത്രം എടുത്ത് മാറ്റി. പിന്നെ തൈറോയിഡിൻ്റെ സർജറി ഒക്കെ ചെയ്തു. പിന്നെ അതിൻ്റെ റിപ്പോർട്ടൊക്കെ വന്നപ്പോൾ ആ ഭാഗത്തുള്ള അസുഖമൊക്കെ കുറേ മാറിയിട്ടുണ്ട്. തൈറോയിഡിൽ ചെറിയ അസുഖമാണ്. അപ്പോൾ അതിനുള്ള ട്രീറ്റ്മെൻ്റ് ഒക്കെ കൊടുത്തു. ആൾ ഭയങ്കര ഹാപ്പി, അസുഖം കംപ്ലീറ്റ് മാറി. പിന്നെ ഫോളോ അപ്പിൽ കുട്ടികളൊക്കെ കൊണ്ടുവരും, വളരെ ഹാപ്പിയാണ്. ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട ചെറിയ ബുദ്ധിമുട്ടുകൾ കാണും. അപ്പോൾ ഇങ്ങനെയുള്ള ആ ഒരു പേഷ്യൻറ്റിന് ഉണ്ടാകുന്ന ബെനിഫിറ്റ് അത് നമ്മൾ അറിയുമ്പോൾ അത് വലിയൊരു ഹാപ്പിനെസ് ആണ്, ഭയങ്കര സന്തോഷമാണ് അതൊക്കെ.